ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുന്ന പാടെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ഒന്നും ഉണ്ടാകത്തില്ല. സോ ആ സമയത്തൊക്കെ നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുക്കുമ്പോഴത്തേനും ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ അവരുടെ ലൈഫ് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി പോർട്രേറ്റ് ചെയ്ത് വെക്കുന്നത് കാണുമ്പോഴത്തേനും നമ്മൾ ലൈഫിൽ ഇച്ചിരി പുറകിലാണോ എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഞാൻ അതിൻ്റെ മേലെ വർക്ക് ചെയ്തത്. ഹായ്, വെൽക്കം ടു സൺഡേ സ്റ്റോറീസ് വിത്ത് ഡോക്ടർ അനീറ്റ. നമ്മൾ ഈ സൺഡേ തൊട്ടിട്ട് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ചാനലിൽ, സൺഡേ സ്റ്റോറീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ നമ്മളിപ്പം 3 സീരീസ് റൺ ചെയ്യുന്നുണ്ട്. അതായത് മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ, അതൊരു 26-28 എപ്പിസോഡ്സ് ഇപ്പോൾ പോയി. ആൻഡ് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ദി ഈവനിങ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ കുറച്ചും കൂടെ ഹ്യൂമൻ ഇമോഷണൽ കണക്ഷൻസ് ഉള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആൻഡ് ഇതെൻ്റെ ഒരു പുതിയൊരു സീരീസാണ് ദ സൺഡേ സ്റ്റോറീസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില സ്റ്റോറീസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയൂ. നമുക്ക് ആ വീഡിയോസ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം, ആ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം കാരണം നമ്മൾ ഒത്തിരി ലൈഫിൽ പുറകിലായിപ്പോയോ എന്ന് നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള ദിവസങ്ങളുണ്ടാവും അല്ലേ. ഈവൻ എൻ്റെ പേഴ്സണൽ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. കാരണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുന്ന പാടെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ഒന്നും ഉണ്ടാകത്തില്ല. സോ ആ സമയത്തൊക്കെ നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുക്കുമ്പോഴത്തേനും ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ അവരുടെ ലൈഫ് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി പോർട്രേറ്റ് ചെയ്ത് വെക്കുന്നത് കാണുമ്പോഴത്തേനും നമ്മൾ ലൈഫിൽ ഇച്ചിരി പുറകിലാണോ എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഞാൻ അതിൻ്റെ മേലെ വർക്ക് ചെയ്തത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് ബെറ്ററായിട്ട് ചിന്തിക്കാൻ പറ്റുക എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ മുന്നേ ഉള്ള എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാണുന്നത് ഈവൻ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ പോലും നമ്മൾ അവരെ കാണുന്നത് അവരുടെ ലൈഫിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണല്ലേ. ബട്ട് അതിൻ്റെ പിറകിലായിട്ട് ഒരുപാട് ബിഹൈൻഡ് ദ സീൻസ് ഓടുന്നുണ്ടാവും. നമ്മുടെ ലൈഫിലുള്ളതുപോലെ തന്നെ അവരുടെ ലൈഫിലും ഒരുപാട് ബിഹൈൻഡ് ദ സീൻസ് ഉണ്ടാവും. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കേണ്ടതിന് പകരം നമ്മുടെ ഫോക്കസ് ഫുള്ളി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ ഇല്ലേ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട്, അതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇടുന്ന ഒരു 2000 സ്റ്റോറീസിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു 10-20 സ്റ്റോറീസാണ് നമ്മൾ ഹൈലൈറ്റ് ആക്കി എടുത്ത് വെക്കുന്നത്. അവിടെ നമ്മുടെ അർച്ചീവിൽ കിടക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഒരിക്കലും നമ്മുടെ എല്ലാവരുടെയും ടൈം ലൈൻ എന്ന് പറയുന്നത് ഒന്നല്ല. ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ ടൈം ലൈൻസ് തമ്മിൽ. ഇപ്പം എനിക്കൊരു ജോലി കിട്ടുന്ന സമയത്തായിരിക്കില്ല എൻ്റെ ഫ്രണ്ടിന് കിട്ടുന്നത്. അവർക്ക് ചിലപ്പോൾ എൻ്റെ മുന്നെയോ എൻ്റെ ശേഷമോ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആവുന്നതിന് മുന്നേ സെറ്റിൽഡായ എത്രയോ ആളുകളുണ്ട്. നമ്മൾ ഇപ്പോഴും ഒത്തിരി സ്ട്രഗിൾസിലൂടെയും ഒത്തിരി ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വളരെ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, നമ്മൾ പുറകിലാണോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നേണ്ട ആവശ്യമുണ്ടോ? ചിലപ്പോൾ നമ്മുടെ ലൈഫ് നോക്കിയിട്ട് അവർ വിചാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ബട്ട് വേറെ എവിടേക്കോ അവർക്ക് ചെറിയ ചെറിയ ലാക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ലൈഫ് നോക്കിയിട്ട് അവർ വിചാരിക്കുന്നുണ്ടാവും, അവർക്കതുണ്ടല്ലോ എനിക്കതില്ലല്ലോ എന്നൊക്കെ. സോ കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മുടെ ഗ്രോത്ത് ആവാൻ വേണ്ടി ഒട്ടും സഹായിക്കാത്തൊരു കാര്യമാണ്. അതിങ്ങനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഗ്രോത്തിനെ. സോ നിങ്ങളൊരു കാര്യം പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്നെ ട്രസ്റ്റ് ചെയ്തോളൂ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബോറിങ് പീരീഡ് ആയിരിക്കും. ബോറിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പേരിടാനാണ് എനിക്ക് താല്പര്യം, ബോറിങ് പീരീഡ്. ബട്ട് ആ ബോറിങ് പീരീഡിൽ പോലും നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ നല്ലൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം. അതായത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 month 1 week ആയിട്ടുണ്ടാവും. അതിന് മുന്നേ ജസ്റ്റ് 1-2 വീഡിയോസ് കുറച്ച് മാസങ്ങൾ മുന്നേ ഇട്ടിരുന്നു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ബട്ട് ഈ 1 month
അല്ലെങ്കിൽ 1 മന്ത് കൊണ്ടും 1 വീക്ക് കൊണ്ടും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലോണം ക്ഷമ പഠിക്കുക എന്ന് പറയുന്നതാണ്. അതായത് പൊതുവേ എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡായിട്ട് കിട്ടണം അല്ലെങ്കിൽ നടക്കണം എന്നുള്ള ആളാണ്. അതായത് ഇന്ന് ഞാനൊരു കാര്യം ചെയ്താൽ നാളെ തന്നെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷം. ഇപ്പോൾ ഒത്തിരി പേര് അങ്ങനെ അല്ലാത്തവരെ എനിക്കറിയാം. അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് ഓരോ ബ്രിക്സ് എടുത്ത് വെച്ച് എനിക്കെന്ന് വെച്ചാൽ കുറച്ച് സഡനായിട്ട് റിസൾട്ട് കിട്ടുന്നത് എൻജോയ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ബട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്, എസ്പെഷ്യലി നിങ്ങൾക്കറിയാം എൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഒരു റെയിൻബോ ആയിട്ടുള്ള ഒരു ചാനലല്ല. ഇവിടെ അങ്ങനെ ഒരുപാട് കളേഴ്സും അങ്ങനെയൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്നെയും എൻ്റെ സംസാരവും എൻ്റെ ഇങ്ങനത്തെ ടോപ്പിക്സ് മാത്രമാണ്. സോ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കായിട്ട് കണക്റ്റഡ് ആണ്. അതായത് മറ്റുള്ള ചാനൽസിലെ ആളുകൾ അവർക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് 1 മന്ത് കൊണ്ട് മോണിറ്റൈസ് ആയി, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് മോണിറ്റൈസ് ആയി, ഒരാഴ്ച കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇതൊക്കെ കാണുമ്പോഴത്തേനും ഞാൻ വിചാരിക്കും എൻ്റെ ചാനൽ ഇങ്ങനെ എൻ്റെ സംസാരം ഇങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിലാണോ അതോ എൻ്റെ ടോപ്പിക്സ് കുറച്ച് ഡ്രൈ ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ ആ സമയത്താണ് നമ്മൾ ക്ഷമ പഠിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ കൺസിസ്റ്റൻസി ആവുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോഴാണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത്, ഓക്കെ, പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മളെപ്പോഴും പറയുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചൂസ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഇതെന്ന് പറയുന്നത് ഞാൻ ഒരു പാഷനായിട്ട് ചെയ്യുന്ന കാര്യമാണ്, അല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആളുകളോട് സംസാരിക്കുക എന്ന് പറയുന്നത് ഞാൻ പാഷനേറ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സോ അവിടെ ഇപ്പോൾ റിസൾട്ട്സ് പെട്ടെന്ന് വന്നില്ലെങ്കിലും വിഷമം ഉണ്ടാവും എന്ന് വെച്ച് നമ്മളത് നിർത്തിപ്പോകത്തില്ല. അതുപോലെ എന്ത് കാര്യമായാലും നമുക്കിഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നിർത്തിപ്പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ചിലപ്പോൾ എനിക്ക് 5-6 ദിവസമൊക്കെ ഒരു സബ്സ്ക്രൈബർ പോലും കൂടാതെ കിടക്കുന്ന ദിവസങ്ങളും ഉണ്ട്. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ടൈം ലൈൻ കണ്ടിട്ട് അതുപോലെ ആയില്ലല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ അനലിറ്റിക്സ് എടുത്തിട്ട് എവിടേക്കാണ് കറക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ പോയിന്റ് ഈസ് നെവർ എവർ കമ്പയർ യുവർ ലൈഫ് വിത്ത് അതർ പേഴ്സൺസ്. കാരണം അവർ ചിലപ്പം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളെന്താ പറയുന്നത് നമ്മുടെ ഒരു ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ചാനലാണ്. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പം ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, ഫുഡ് വ്ളോഗ് ചെയ്യുന്നവരുണ്ടാവും. അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ വീട് എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് അവർ പുറത്ത് പോയി അത്രയും എന്താ പറയുക നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇടുന്നവരാണ്. ഞാൻ അങ്ങനെയല്ലല്ലോ. ഇപ്പം നമ്മളെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലത്തെ എൻ്റെ കംഫർട്ടബിൾ സോണിൽ ഇരുന്നിട്ട് എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതേ രീതിയിൽ എനിക്ക് അവരെ പോലെ തന്നെ എനിക്കും വേണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. സോ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ ലൈഫിൽ ബിഹൈൻഡായി പോയോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ, നമ്മളതിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ടോ, നമ്മളതിൽ ഹാപ്പിയാണോ, നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് എങ്ങനെയാണെങ്കിലും നമ്മൾ ഓക്കെ ആണോ, അതൊക്കെയാണ് നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന കാര്യങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് ഇത് നിങ്ങൾ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും അങ്ങനെ പെർട്ടിക്കുലർലി ഇന്ന ഏജ് എന്നൊന്നുമില്ല. ഈ അടുത്ത് ഞാൻ വായിച്ചൊരു കാര്യമാണ് 50-ാമത്തെ വയസ്സിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലേഡി. കാരണം അവരത്രയും ലുക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തോന്നിയില്ലല്ലോ 25-ാമത്തെ വയസ്സിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ എന്ന്. ബട്ട് അവരതിന് പകരം എന്താ ചെയ്തത്, 49-50 ഏജിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കങ്ങനെ ഇന്ന ഏജ് അല്ലെങ്കിൽ ഇന്ന ഇത് അങ്ങനെയൊന്നുമില്ല. നമുക്കെപ്പോഴാണോ അവസരം വരുന്നത്, നമുക്കെപ്പോഴാണോ ഇഷ്ടം, നമുക്കെപ്പോഴാണോ അത് ചെയ്യാനുള്ള താല്പര്യം വരുന്നത് അന്നേരം നമുക്ക് ചെയ്യാം. അങ്ങനെ ലൈഫിൽ ബിഹൈൻഡായി പോവുക അങ്ങനെയൊന്നും പറയുന്ന ഒരു കാര്യങ്ങളും ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഗ്രേറ്റ് പേഴ്സൺസ് ഒന്നും ഉണ്ടാവത്തില്ല. കാരണം അവരൊക്കെ അവരുടെ ലൈഫിൽ കുറേ കഴിയുമ്പോഴൊക്കെയാണ് ഓരോന്നൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അവരവരുടെ ലൈഫിലെ ബോറിങ് പീരീഡിലൂടെ പോയിട്ടാണ് ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളിലൂടെ സക്സസ് ആയ ആൾക്കാർ കുറവാണ്. സോ അങ്ങനെയുള്ള തോട്ട്സ് എന്നെ പോലത്തെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ലൈഫിൽ ബിഹൈൻഡ് അല്ല, ഞാൻ പോകുന്നത് കറക്റ്റായിട്ടുള്ള പാത്തിലൂടെയാണ്. പക്ഷെ ഇവിടെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യണം, അല്ലേ? നമ്മൾ ഒന്നും ചെയ്യാണ്ട് ചുമ്മാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മുടെ ലൈഫ് കുറച്ചിങ്ങനെ വേസ്റ്റ് ആക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതിന് പകരം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ്, പാഷനേറ്റ് ആണ്, കൺസിസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്യുന്നതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും.
അപ്പം ആ റിസൾട്ടിലേക്കുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും നമ്മൾ പുറകിലാണോ അങ്ങനെയൊന്നും തോന്നേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ഒരാളെങ്കിലും ഇത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിർത്തണം എന്ന് തോന്നിയിട്ട് ഇത് കണ്ടിട്ട് നിങ്ങളത് നിർത്തണ്ട, ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഈ വീഡിയോയുടെ എൻറ്റയർ പേർപ്പസ് ആൻഡ് ദ സക്സസ് എന്ന് പറയുന്നത്. ഈവൻ ഇത് കണ്ടിട്ട് എനിക്കൊരു 5-6 സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനേക്കാളും എനിക്ക് സന്തോഷം നിർത്തണം എന്ന് തോന്നുന്ന ഒരാൾക്ക് ഈ വീഡിയോ അവരുടെ ഫീഡിൽ വന്നിട്ട് അവരത് കണ്ടിട്ട് നിർത്തണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. സോ നിങ്ങൾ ഒരിക്കലും ലൈഫിൽ ബിഹൈൻഡ് അല്ല എന്ന് മനസ്സിലാക്കുക. ആൻഡ് ലുക്ക് ഫോർവേഡ് ദ ലൈഫ് ബ്യൂട്ടിഫുള്ളി. ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് നല്ല കാര്യങ്ങൾ മാത്രം നടക്കട്ടെ. എന്തെങ്കിലും മോശം നടന്നാൽ അതിൽ നിന്ന് നമുക്ക് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റട്ടെ. ആൻഡ് താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ് മൈ സൺഡേ സ്റ്റോറി സീരീസ്. ആൻഡ് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു. ബൈ.